ഏവർക്കും നമസ്കാരം. ഇന്നലെ ജനുവരി 22 വളരെ ആർഭാടത്തോടും ആഘോഷങ്ങളോടും ആരവത്തോടും ആവേശത്തോടും സകല ഭാരതീയരുടെയും മാത്രമല്ല വിദേശത്തുള്ള ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുമാറ് അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അത് സംബന്ധമായ എല്ലാ ക്രിയകളും വിശദ രൂപത്തിൽ മീഡിയ, ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും എത്തിച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം അതിനെപ്പറ്റി ഇന്നലെയോ അതിനു മുൻപോ പ്രത്യേകമായി ഒരു വാക്ക് പറയാതിരുന്നത് മറ്റുള്ളവരെ, മതചിന്തകരെ, മതമാചരിക്കുന്നവരെ കരുതുകയും അവരുടെ വികാരങ്ങളെ മാനിക്കുകയും അവരുടെ ഭക്തി പ്രകടനങ്ങളെ വിലമതിക്കുകയും ചെയ്യുക ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ കടമയാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. യേശു പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കരുതണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അപ്രകാരം തന്നെ നിങ്ങളും അവർക്ക് ചെയ്യുക. നമ്മുടെ ഇടയിൽ ഇതുപോലെ ഒരു വലിയ ഒരു അമ്പരചുംബിയായ ദേവാലയം പണിതാൽ അതിനെപ്പറ്റി വലിയ ആവേശവും അഭിമാനവും മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികളും അനുഭവിക്കും എന്നത് എനിക്ക് വളരെ തിട്ടമാണ്. അതുകൊണ്ട് അതേ തോതിൽ തന്നെ ഹിന്ദുക്കളുടെ വികാരവും ഞാൻ മനസ്സിലാക്കുന്നു, മാനിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ചരിത്രത്തെയും ലോക യാഥാർത്ഥ്യങ്ങളെയും നിരീക്ഷിക്കുകയും അല്പമൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ മറ്റൊരു വശം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നെ ശ്രവിക്കുന്ന ഏവരോടും പങ്കിടുക എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ഏവരുമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതിൻ്റെ ആരംഭമായി എനിക്ക് വളരെ പ്രിയങ്കരനായ നോവലിസ്റ്റാണ് വിക്ടർ ഹ്യൂഗോ. അദ്ദേഹം ഫ്രഞ്ച് സാഹിത്യകാരനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ കൃതിയാണ് ലേ മിസറാബിൾ എന്ന ഫ്രഞ്ച് ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. പാവങ്ങൾ എന്നാണ് അതിൻ്റെ ശീർഷകം. കേരള മലയാള സാഹിത്യത്തെ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ ഈ ഒരു കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മലയാള നിരൂപകന്മാർ ഈ പാവങ്ങൾ എന്ന പുസ്തകം വായിക്കാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് നിശ്ചയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് UPA 1 അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ പ്രൈം മിനിസ്റ്ററായിരുന്ന മൻമോഹൻ സിംഗ് ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ വെച്ച് പറഞ്ഞു, നോ വൺ ക്യാൻ prevent an idea or resist an idea whose time has come. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അല്ലാമ ഇക്ബാലിൻ്റെ ആശയമായിട്ടാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് തെറ്റിപ്പോയി. അല്ലാമ ഇക്ബാൽ വിക്ടർ ഹ്യൂഗോയിൽ നിന്ന് കടമെടുത്തതാണ്. ഇതിൻ്റെ ഒറിജിനൽ ചിന്തകൻ വിക്ടർ ഹ്യൂഗോ തന്നെയാണ്. അത് പോട്ടെ, അതൊരു മറ്റൊരു വിഷയം. ഇങ്ങനെ പല കാര്യങ്ങളും ബൗദ്ധികമായ ഒരു സത്യസന്ധത പാലിക്കുവാൻ നാം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാളുടെ ആശയം കടമെടുക്കുമ്പോൾ അതിൻ്റെ റിയലായിട്ടുള്ള സോഴ്സ്, അതോറിറ്റി നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ സത്യസന്ധതയ്ക്ക് ഉതകുന്ന കാര്യമാണ്. ഇത് സാന്ദർഭികമായി സൂചിപ്പിച്ചു, അതല്ല എൻ്റെ വിഷയം. അപ്പോൾ വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിൻ്റെ വേറൊരു നോവലാണ് ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർഡം. അത് ലോകപ്രസിദ്ധമായ നോട്ടർഡം കത്തീഡ്രലിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് നോട്ടർഡം കത്തീഡ്രൽ അങ്ങ് തീരെ മെയിൻ്റനൻസൊക്കെ കുറഞ്ഞ് വല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഒന്ന് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി, പണം സമ്പാദിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ വിക്ടർ ഹ്യൂഗോ എഴുതിയ നോവലാണ് ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്ടർഡം. അത് ഈ കത്തീഡ്രലാണ് എൻ്റെ പശ്ചാത്തലം. അപ്പോൾ ആ ഒരു നോവലിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയെ വളരെയധികം പിടിച്ചു പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് എല്ലാ മതത്തിലുമുള്ള വിശ്വാസികൾക്കും പ്രത്യേകിച്ച് പുരോഹിതന്മാർക്കും
കല്ലിനോട് ഇത്ര വലിയ പ്രേമം? ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ മലയാളം പരിഗണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സത്യസന്ധമായി അവതരിപ്പിക്കാൻ എന്നെ സഹായിക്കും. അദ്ദേഹം പറയുന്നത്, ഇറ്റ് ഈസ് സ്ട്രേഞ്ച് that priests of all religions choose to express themselves more through stone than through the soul. ആത്മാവിൽ കൂടെ അവരുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആത്മീയമായ ആ താല്പര്യങ്ങളെയും നേട്ടങ്ങളെയും പ്രകടിപ്പിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് കല്ലിൽ കൂടെ മാത്രമേ ഇത് പ്രകടിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉദാത്തമായത് അല്ലെങ്കിൽ അഭികാമ്യമായത് എന്തുകൊണ്ടാണ് പുരോഹിത വർഗം ഇങ്ങനെ ചിന്തിക്കുന്നത്? അദ്ദേഹം ഉറച്ച് ചിന്തിക്കുന്നുണ്ട്. തിങ്കിങ് അലൗഡ് നമ്മൾ പറയും. അപ്പോൾ ഇത് മനസ്സിൽ കുറിച്ച് വെക്കുക. എല്ലാ മതത്തിലും അതിൻ്റെ പുരോഹിത വൃന്ദങ്ങൾ ആ മതത്തിൻ്റെ വലിപ്പത്തെ കാണിക്കുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനത്തിലല്ല, പിന്നെയോ കല്ലിൽ കൂടെയാണ്. ഇതൊരു പ്രത്യേകത തന്നെയാണ്. ഇതിനെപ്പറ്റി വളരെ വളരെയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ ഈ ആശയതലത്തിൻ്റെ പല സ്റ്റേജിൽ നിങ്ങൾക്ക് ചെന്നെത്താനൊത്തും ഒക്കെ വളരെ മനോഹരമായ ഒരു നിരീക്ഷണമാണ് വിക്ടർ ഹ്യൂഗോ ആ നോവലിൽ നടത്തുന്നത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറഞ്ഞ് ആ ഭാഗം ഒതുക്കുകയാണ്. അപ്പോൾ എന്നാൽ അത് സംബന്ധമായി വിക്ടർ ഹ്യൂഗോ പറയാത്ത കാര്യങ്ങളിലേക്ക് നമുക്കിനിയും അല്പം ഒന്ന് കടന്നു ചെല്ലേണ്ട ആവശ്യമുണ്ട്. മനുഷ്യർക്ക് 3 തരത്തിൽ, 3 ലെവലിൽ, 3 മാധ്യമങ്ങളിൽ കൂടെ അവരുടെ ഭക്തിയെ മാത്രമല്ല അവരുടെ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും ഒരു സമൂഹത്തിൻ്റെ വ്യക്തിത്വവും കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും, പ്രകടിപ്പിക്കാൻ കഴിയും. 3 തലത്തിൽ 3 വ്യത്യസ്തമായ മാധ്യമങ്ങളിൽ കൂടെ ഒരു ജനതയ്ക്ക്, അതിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ ഭക്തിയും അവരുടെ മതത്തിൻ്റെ മാഹാത്മ്യവും പ്രകടിപ്പിക്കാൻ സാധിക്കും. A people can express their fervor for God as well as their spiritual greatness through 3 possible different mediums. അതേതൊക്കെയാണ്? 1 ഭൗതികമായ തലം, 2 ബുദ്ധിപരമായ തലം, 3 ആത്മീയമായ തലം. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഈ ഭൗതികമായ തലത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ 2 പ്രശ്നങ്ങൾ. 1, അത് നശ്വരമാണ്, ഭൗതികമായതൊന്നും നിലനിൽക്കുന്നതല്ല. അത് യേശു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കളെ, സമ്പത്തുക്കളെ, നിധി അന്വേഷിക്കുമ്പോൾ ഈ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ നശ്വരമായ ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ പുറകെ പോകരുത്. നിലനിൽക്കുന്ന സമ്പത്ത് അത് ആന്തരികമായ സമ്പത്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു. അതായത് ഈ ഭൂമിയുടെ പരപ്പിൽ ധാതുക്കൾ കൊണ്ട്, ഭൗതികമായ റിസോഴ്സസ് കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ നശ്വരമാണ്. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് 23 വലിയ സംസ്കാരങ്ങളും അതിനോടനുബന്ധിച്ച സാമ്രാജ്യങ്ങളും തല ഉയർത്തി തല താണു നശിച്ചുപോയി. അവയൊക്കെയും വെള്ളത്തിൽ വരച്ച വരകൾ പോലെ അപ്രത്യക്ഷമായി. ഒന്നിനും സ്ഥായിയായ നിലനിൽപ്പ് ഉണ്ടായില്ല. അതിൻ്റെ ചില സാംസ്കാരിക ചിഹ്നങ്ങൾ അവിടെ ഇവിടെ നിൽക്കുന്നൊരു, ഇപ്പം ഈജിപ്തിലെ ഫെറവോസ് ഉണ്ടാക്കിയ പിരമിഡ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ബേബിലോണിയൻ കൾച്ചറിൻ്റെ ഹാങ്ങിങ് ഗാർഡൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇറ്റലിയിലെ ലീനിങ് ടവർ ഓഫ് പീസ ആണെങ്കിലും, ഭാരതത്തിലെ താജ്മഹലാണെങ്കിലും, അങ്ങനെ മറ്റും അവയൊക്കെയും കഴിഞ്ഞുപോയ ഏതോ ഒരു യുഗത്തിൻ്റെ ഉച്ഛിഷ്ടങ്ങളായി ആളുകളുടെ കണ്ണിൽ അത്ഭുതമായി, എന്നാൽ അതേസമയം തന്നെ ചരിത്രത്തിൻ്റെ മനസ്സിൽ സങ്കടമായും നിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് മനുഷ്യൻ തങ്ങളുടെ ഉള്ളിലെ സാധ്യതകൾ, അത് ഭക്തി ആയിക്കൊള്ളട്ടെ, അഹങ്കാരമായിക്കൊള്ളട്ടെ, ധിക്കാരമായിക്കൊള്ളട്ടെ, അനീതി ആയിക്കൊള്ളട്ടെ, എന്തും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ഇത് വേദപുസ്തകത്തിൽ ആദ്യം ഈ ഒരു പ്രശ്നം ഉയർത്തപ്പെടുന്നത്
ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണ് നാം അവിടെ ബാബേൽ ഗോപുരം പണിയുന്നത് കാണുന്നു. എന്തുകൊണ്ടാണ് ബാബേൽ ഗോപുരം പണിയേണ്ടത്? മനുഷ്യന് അവൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഏത് മാധ്യമം തിരഞ്ഞെടുക്കണം എന്നത് എപ്പോഴും ഒരു പ്രശ്നമാണ്. എല്ലാവർക്കും സാർവലൗകികമായി തോന്നാവുന്നത് എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ ധാതു പദാർത്ഥങ്ങളാണ്, മെറ്റീരിയൽ റിസോഴ്സസ്. അപ്പോൾ അന്ന് ബാബിലോണിലുണ്ടായിരുന്ന ആളുകൾ, ചിനാർ മരുഭൂമിയിൽ താമസിച്ചവർ, ഭൂമിയിൽ താഴ്വരയിൽ താമസിച്ചവർ, മരുഭൂമിയിൽ താഴ്വരയിൽ താമസിച്ചവർ, അവർക്ക് സാമ്പത്തികമായ വികസനമുണ്ടായി, അവർക്ക് സാങ്കേതികമായ വിജ്ഞാനം മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടായപ്പോൾ അവരുടെ ആ പൊതുവായുള്ള ആ ഒരു ജനത എന്ന ആ അഹങ്കാരം, അവരുടെ നേട്ടം, അവരുടെ കഴിവ്, അവർക്ക് ഇനി ദൈവത്തെ ആവശ്യമില്ല, ഞങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നതിൻ്റെ അടയാളമായിട്ട് ഇപ്രകാരം ഒരു വലിയ ഗോപുരമുണ്ടാക്കുമ്പോൾ അത് തകർന്നു പോകുന്നതിൻ്റെ കാര്യം ഒരു നിത്യമായ സത്യം അത് അടയാളപ്പെടുത്തുകയാണ്. ഈ ഭൂമിയുടെ പരപ്പിൽ മനുഷ്യൻ ധാതു പദാർത്ഥങ്ങളുടെ മാധ്യമത്തിൽ കൂടെ പ്രകടിപ്പിക്കുന്നതിനൊന്നിനും നിലനിൽപ്പില്ല. വാട്ട് എവർ മാൻ ക്രിയേറ്റ്സ് ത്രൂ ദ മീഡിയം ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് cannot endure. They will all perish. They are like lines drawn on water. ഇത് വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകത്തിൽ തന്നെ വ്യക്തമായ അവിസ്മരണീയമായ സൂചനയുണ്ട്. പിന്നെ ചരിത്രത്തിൽ മുഴുവനും നാം ഇതാണ് കാണുന്നത്. വേദപുസ്തകത്തിൻ്റെ ഒരു ഗുണം എൻ്റെ അത്ഭുതകരമായ ചരിത്രബോധമാണ്. അതിനെപ്പറ്റി വേണ്ടതുപോലെയുള്ള ഒരു തിരിച്ചറിവോ ശ്രദ്ധയോ ക്രിസ്തീയ സമൂഹത്തിലില്ല എന്നതും ഒരു സങ്കടം തന്നെയാണ്. അപ്പോൾ ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ കഴിവ്, എൻ്റെ ജനത്തിൻ്റെ കഴിവ്, എൻ്റെ മതത്തിൽപ്പെട്ട എൻ്റെ മതസമൂഹത്തിൻ്റെ കഴിവ് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? കല്ലിൽ കൂടെയാണ്, കരകൗശലത്തിൽ കൂടെയാണ്, പണക്കൊഴുപ്പിൽ കൂടെയാണ്, ഭൗതികമായ മോടിയിൽ കൂടെയാണ്. നമുക്കറിയാം യഹൂദൻ്റെ അഭിമാനമായ യെരൂശലേം ദേവാലയം, ശലോമോൻ എന്ന രാജാവ്, വളരെ ബുദ്ധിമാനായ ആത്മീയ പരിജ്ഞാനം മുറ്റി നിന്ന രാജാവ്, ഒരു തരത്തിൽ വലിയ മണ്ഡലം കൂടെ ആയിരുന്നത് പോട്ടെ, അദ്ദേഹം പണിതു. അത് പണിതപ്പോൾ യഹൂദൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്തായിരുന്നു? ഈ രാമക്ഷേത്രം ഇന്നലെ അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ സോളമനും അദ്ദേഹത്തിൻ്റെ യെരൂശലേം ദേവാലയമൊക്കെ ഇങ്ങനെ കടന്നുപോയി, മറ്റു അനേക ദേവാലയങ്ങൾ കടന്നുപോയി. പക്ഷേ ആ ദേവാലയത്തിന് എന്ത് പറ്റി? കല്ലിന്മേൽ കല്ല് അവശേഷിക്കാതെ അത് നശിച്ചു പോയി. അത് യേശു പറഞ്ഞു, അങ്ങനെ സംഭവിക്കുക എന്നത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് യേശു വിളിച്ചു പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞപ്പോൾ അത് കുറിക്കുകൊണ്ടു അവനെതിരെ പല്ല് ഞെരിച്ചു. മനുഷ്യൻ്റെ എപ്പോഴുമുള്ള സ്വഭാവമാണ് ഈ ഭൗതികമായ വസ്തുക്കളെ മാത്രം ആശ്രയിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള ഒരു വലിയ ശാപവും രോഗവുമാണ് ഈ അസഹിഷ്ണുത. എന്തുകൊണ്ടാണ് സഭയുടെ ജീവിതത്തിൽ അസഹിഷ്ണുത എന്ന് ഏറ്റവും കൂടുതൽ മുറ്റി നിൽക്കുന്നത്? ഒറ്റ കാരണം, സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ആശ്രയിക്കുന്നത് ദൈവത്തെ അല്ല, ധാതു പദാർത്ഥങ്ങളെയാണ്, മാമോൻ്റെ സംഭാവനകളെയും അനുഗ്രഹങ്ങളെയുമാണ്. അതിൻ്റെ അനിവാര്യമായ ഒരു പ്രത്യേകത അസഹിഷ്ണുതയാണ്. നാം പറയുന്നു ദൈവം അതിരില്ലാതെ പൊറുക്കുന്നു. ഗോഡ്സ് മേഴ്സീസ് ആർ അൺഎൻഡിങ്. ഗോഡ് ടോളറേറ്റ്സ് വിത്തൗട്ട് ലിമിറ്റ്സ് എന്ന് നമ്മൾ പറയുന്നു. നാം ആ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയും. എന്നാൽ നമ്മളും സഹിക്കണ്ടേ? നമുക്കൊട്ടുമില്ലാത്തത് സഹിഷ്ണുതയാണ്. ഞാൻ 40 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എല്ലാ ദിവസവും അനുഭവിച്ചത് സഭയുടെ അസഹിഷ്ണുതയാണ്. ദ എക്സ്ട്രീം ഇൻടോളറൻസ് ഓഫ് ചർച്ച് പീപ്പിൾ. കാരണം മനുഷ്യൻ കൃശഗാത്രനായിത്തീരും തോറും, മനുഷ്യൻ ഉപരിപ്ലവതയിൽ ആണ്ടുപോകും തോറും, മനുഷ്യൻ്റെ വ്യക്തിത്വം കുറുങ്ങി വെറും കുരങ്ങ് പോലാകുമ്പോൾ അവൻ കൂടുതൽ അസഹിഷ്ണുത കാണിക്കുന്നു. കാരണം അസഹിഷ്ണുത ഉണ്ടാകുന്നത് അല്പത്തരത്തിൽ നിന്നാണ്. ഇൻടോളറൻസ് ഇഷ്യൂസ് ഫ്രം പെറ്റിനെസ്. വിശ്വാസത്തിൻ്റെ ക്രിയ എന്താണ്? വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ വളർച്ചയുണ്ടാക്കുക. ആ വളർച്ചയിൽ നിന്ന് മാത്രമേ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറും എന്ന് പറയുകയുള്ളൂ. ഈ അല്പനായ മനുഷ്യൻ വിശ്വാസമുണ്ടെന്നും പറഞ്ഞ് ഒരു മലയുടെ അടുത്ത് നിന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ അറിയാം
കളി എന്താണെന്ന്. അപ്പോൾ ഇവർ പറയും. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഒരു വലിയ തിരിച്ചറിവ് വേദപുസ്തകത്തിനുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ വലിയ പരാമർശമൊന്നും നടക്കാറില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ ഞാൻ നിർബന്ധിതനായത്. അപ്പോൾ എല്ലാ മനുഷ്യരും ലോകത്തിൽ ചരിത്രത്തിൽ എല്ലാ കാലങ്ങളിലും ഈ മണ്ടത്തരം നിറഞ്ഞു നിന്നിരുന്നു. ഒരു ജനത അവരുടെ കഴിവും സമ്പത്തും ആധിപത്യവും രാഷ്ട്രീയമായ മുന്നേറ്റമൊക്കെ കാണിക്കുന്നത് ധാതു പദാർത്ഥങ്ങളിൽ കൂടെയാണ്, മെറ്റീരിയൽ മീഡിയം കൂടെയാണ്. എന്നാൽ അതൊക്കെയും നശ്വരമാണ്, ഒന്നിനും സ്ഥായിയായ നിലനിൽപ്പില്ല. രണ്ടാമത്തെ മാധ്യമം ദൈവം തന്ന ബൗദ്ധികമായ മാധ്യമമാണ്. ഇപ്പം നമ്മൾ മലയാളത്തിൽ അക്ഷരമെന്ന് പറയുന്നു. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്ഷയമില്ലാത്തതെന്നാണ്. വാക്കുകളിൽ കൂടെ പ്രകടിപ്പിക്കുന്നത് ക്ഷയമില്ല, അത് നശിച്ചു പോകുകയില്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, എനിക്ക് 1994 വളരെ കാര്യമായ ഒരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടായി, ഹെൽത്ത് ക്രൈസിസ്. അപ്പോൾ ഐ വാസ് പാരലൈസ്ഡ്, ഐ വാസ് ബെഡ് റിഡൻ ഫോർ അബൌട്ട് 3 months. അപ്പോൾ ആ കിടക്കയിൽ കിടന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ പ്രധാനപ്പെട്ട ചിന്ത, ഞാൻ അനേക വർഷങ്ങളായി ഭാരതത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ഓടി നടന്ന് സുവിശേഷം പറയുന്നു, പ്രസംഗിക്കുന്നു, പുതിയ ആശയങ്ങൾ കൈമാറ്റി. പക്ഷേ എൻ്റെ കാലശേഷം എന്ത് സംഭവിക്കും? പുക പോലെ ഒന്നുമില്ലാതെയായിത്തീരും. അന്ന് ആ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് എഴുതി വെക്കണം എന്നൊരു വലിയ മോഹം, ഒരു ദാഹം എൻ്റെ ഉള്ളിൽ ജനിച്ചത് എന്നീ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ അക്ഷരം, ക്ഷയമില്ലാത്തത് അക്ഷരം. അപ്പോൾ ബൗദ്ധികമായ മാധ്യമത്തിൽ കൂടെ മനുഷ്യൻ അവനെ തന്നെ പ്രകടിപ്പിക്കുന്നു, ആവിഷ്കരിക്കുന്നു. മാൻ എക്സ്പ്രസ്സസ് ഹിംസെൽഫ് ത്രൂ ദ മീഡിയം ഓഫ് ദ മൈൻഡ്. അതിന് ഇറ്റ്സ് ഫാർ മോർ ഡ്യൂറബിൾ ദാൻ മാൻ എക്സ്പ്രസിങ് ഹിംസെൽഫ് ത്രൂ ദ മീഡിയം ഓഫ് മാറ്റർ. മാറ്റർ, മൈൻഡ്, ധാതു, മനസ്സ്. അപ്പോൾ ഏറ്റവും താണ നിലയിൽ ചിന്തിക്കുകയും താണ ദർശനം, തീരെ മോശമായ ദർശനവും മാത്രമുള്ളവർക്ക് ആകെപ്പാടെ എടുത്തു കാണിക്കാവുന്നത് ഈ ഭൗതികമായ ഈ മോടിയും നേട്ടവും ഭുജബലവും മാത്രമാണ്. അത് മറ്റുള്ളവരുടെ മേലത് അടിച്ചേൽപ്പിക്കണം. അതാണ് ഈ ഒരു ഹിന്ദു BJPയുടെ വക്താവായ എനിക്ക് വളരെ പരിചയമുള്ള സ്വപൻ ദാസ് ഗുപ്ത, അദ്ദേഹം എൻ്റെ പൂർവ്വ സ്റ്റുഡൻ്റായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദിസ് ഇസ് നോട്ട് മിയർലി എ ടെമ്പിൾ, ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ഹിന്ദു സെൽഫ് അസേർഷൻ എന്നാണ്. അതിനെപ്പറ്റി ഞാനൊരു ലേഖനം എഴുതി ലൈറ്റ് ഓഫ് ട്രൂത്തിന് കൊടുത്തിട്ടുണ്ട്, ഉടനെ പബ്ലിഷ് ചെയ്ത് വരുന്നതാണ്. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത, അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് ഊതി വീർപ്പിച്ച് അത് ചരിത്രപ്രധാനമാണെന്ന് പറഞ്ഞ് അത് ഹിന്ദു സമൂഹത്തിൻ്റെ മുഴുവനും അഭിമാനവും അഹങ്കാരവുമായി തീരുവാൻ പര്യാപ്തമാണെന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോൾ ചരിത്രബോധമുള്ളവർ പറയും, ഇതിൻ്റെ നാൾ എണ്ണപ്പെട്ടിരിക്കുന്നു, ഇത് നശ്വരമാണ്, ഇതിന് നിലനിൽപ്പുണ്ടാകുകയില്ല, ഇത് ആരംഭിച്ചു, ഇത് അവസാനിക്കും. ചരിത്രത്തിൽ ആരംഭിച്ചത് മുഴുവനും അവസാനിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദ് അവസാനിച്ചു, അതുപോലെ എല്ലാം അവസാനിക്കും. പള്ളികളും അവസാനിക്കും, അമ്പലങ്ങളും അവസാനിക്കും, മോസ്കുകളും അവസാനിക്കും, എല്ലാം അവസാനിക്കും. ഞാൻ മരിച്ചു പോകും, നിങ്ങളും മരിച്ചു പോകും. ലോകത്തിലെ പല ശൂരവീര പരാക്രമികളാരും ഇപ്പോൾ ഭൂമിയുടെ മുഖത്തില്ല. നെപ്പോളിയൻ, അലക്സാണ്ടർ തൊട്ട് ഷാർലിമെയിൻ തൊട്ട് നെപ്പോളിയൻ തൊട്ട് ഹിറ്റ്ലർ തൊട്ട് ആരും ഇപ്പോൾ മിടുക്കന്മാരായി നടക്കുന്നില്ല. അത് ഈ ലോകത്തിൻ്റെ നശ്വരത. എന്നാൽ ഇന്നത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഹിന്ദു മതത്തിലാണ്, ഹിന്ദു ദാർശനികതയിലാണ് ഈ ലോകത്തിൻ്റെ അസ്ഥിരതയെപ്പറ്റിയും അർത്ഥശൂന്യതയെപ്പറ്റിയും ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതെല്ലാം മായയാണ്, എല്ലാം ബ്രഹ്മത്തിൻ്റെ അംശമാണെങ്കിലും അത് കാലത്തിൻ്റെ തട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മായയായിത്തീരുന്നു. എന്നാൽ അതിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അത് വീണ്ടും യാഥാർത്ഥ്യത്തിൻ്റെ ഭാഗമായി തീർന്ന് ഉദ്ധരിക്കപ്പെടുന്നു എന്നതാണ് ഹിന്ദു ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ അത് പരിപൂർണമായി മറന്നിട്ട് ഈ മായയുടെ ലോകത്തിലുള്ള മായാജാലങ്ങൾ എടുത്തു കാട്ടുമ്പോൾ ഏതോ വലിയ അനുഭൂതി ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആത്മീയമായ വളർച്ച നന്നേ കുറയുന്നത് കൊണ്ടാണ്. ഇത് വളർച്ചയെ കാണിക്കുന്നില്ല, ഇത് തളർച്ചയെ കാണിക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതൊരു നമ്മൾ കണ്ടത് എക്സ്പ്രസിങ് വൺസെൽഫ് ത്രൂ മാറ്റർ, എക്സ്പ്രസിങ് വൺസെൽഫ് ത്രൂ മൈൻഡ്. ഇപ്പോൾ നമുക്കറിയാം തുളസീദാസ്, രാംചരിതമാനസ്, അത് മരിക്കുകയില്ല. ഈ 1000 അമ്പലങ്ങൾ 1000 ദേവാലയങ്ങൾ മരിച്ചാലും അത് മരിക്കുകയില്ല. അതാണ് അക്ഷരത്തിൻ്റെ ബൗദ്ധികമായ
നേട്ടം. അങ്ങനെ ഒരു കാവ്യം ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു കലാസൃഷ്ടി ഉണ്ടാക്കുവാൻ ഈ അയോധ്യ രാം ടെമ്പിൾ മൂവ്മെൻറ്റിന് സാധ്യമല്ല. കാരണം അതുണ്ടാകണമെങ്കിൽ മനുഷ്യൻ വളരണം. കല്ലിൽ കൂടെ എന്ത് ക്രിയ കാണിക്കാൻ മനുഷ്യൻ തളർന്നാൽ മതി, പോക്കറ്റിൽ പണം മാത്രം മതി, രാഷ്ട്രീയ സ്വാധീനം മതി. പക്ഷേ രാംചരിതമാനസ് പോലെയുള്ളൊരു കൃതി ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ വളരണം. അത് സാധ്യമല്ല. അത് ക്രിസ്ത്യാനിക്ക് സാധ്യമല്ല, ആർക്കും ഈ കാലത്ത് സാധ്യമല്ല. കാരണം എല്ലാവരും ചെറുതായി വെറും കൃശഗാത്രരായി തീർന്നിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയുമില്ല. പിന്നെ വികൃതി കാണിക്കാനും ഇങ്ങനെ പുങ്കത്തരം കാണിക്കാനും അല്പത്തരത്തിൻ്റെ നൃത്തം കളിക്കാനും അല്ലാതെ ഒരു മതത്തിലുള്ള ആളുകളെ കൊണ്ടൊന്നും സാധ്യമല്ല. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് നാം അവിടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുമ്പോൾ ഇത് വെറും തറപ്പാട്ടികളാണ് എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ സത്യത്തിൻ്റെ ഒരു കിരണമുണ്ടെങ്കിൽ നിങ്ങളിലുണ്ടാകും. അപ്പോൾ അത് പ്രധാനമായി ഓർത്തുകൊള്ളുക. മൂന്നാമതായി, നമുക്ക് നമ്മെ തന്നെ പ്രകടിപ്പിക്കാൻ ആത്മാവ് എന്ന് പറഞ്ഞൊരു മീഡിയം തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പ്രസിങ് വൺ സെൽഫ് ത്രൂ മാറ്റർ, എക്സ്പ്രസിങ് വൺ സെൽഫ് ത്രൂ മൈൻഡ് ആൻഡ് എക്സ്പ്രസിങ് വൺ സെൽഫ് ത്രൂ ദ സ്പിരിറ്റ്. ആ വലിയ ആവിഷ്കാരമാണ് യേശു, അല്ലെങ്കിൽ ശ്രീ ബുദ്ധൻ, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ നാരായണ ഗുരു. അങ്ങനെയുള്ള അനശ്വരമായ വെളിച്ചം അത് അയോധ്യയിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹിന്ദുമതത്തിലും ഈ വെളിച്ചമുണ്ട്, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ആ വെളിച്ചത്തെ മുഴുവനും മറച്ചു വെച്ച് ഭൗതികമായ സമ്പത്തിൻ്റെ കൊഴുപ്പ് എടുത്തു കാട്ടുമ്പോൾ അത് മുൻപോട്ട് പോകുകയല്ല, പിൻപോട്ട് പോവുകയാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പകൽ പോലെ സ്പഷ്ടമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ 4 ശങ്കരാചാര്യന്മാരും അയോധ്യയുടെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ ഇടയായത്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. ഹിന്ദു മതത്തിൻ്റെ ഇടയിലുള്ള സംഘർഷങ്ങൾ അവരുടേതായി നിൽക്കട്ടെ, അതിനെപ്പറ്റി എനിക്ക് ചുമതലയില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നത് പരിഗണിക്കുക എൻ്റെ ബൗദ്ധികമായ സ്വാതന്ത്ര്യമാണ്. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഏതായാലും ഇതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു രോഗം ക്രിസ്തീയ ഗോളത്തിൽ വളരെയധികം നമ്മെ പടർന്നു പിടിച്ചിട്ടുണ്ട്. നമ്മളും നമ്മുടെ മതപരമായ ആ വികാരങ്ങളും ഭക്തിയും ദൈവത്തോടുള്ള ആ ഒരു കരുതലും ഒക്കെ പ്രകടിപ്പിക്കുന്നത് പണം കൊടുത്ത് മാത്രമാണ്. ഈ പണമാണ് കല്ലായി പിന്നെ മാറി വരുന്നത്. അങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങളുണ്ടാകുന്നു, പള്ളികൾ പണിയുന്നു, പാരിഷ് ഹോൾ ഉണ്ടാകുന്നു. അങ്ങനെ ഭൗതികമായ നമ്മുടെ വളർച്ചയുടെ അടയാളങ്ങൾ വർദ്ധിക്കും തോറും ആത്മീയമായി നമ്മുടെ തളർച്ച കൂടിക്കൂടി വരുന്നു. ഇതാണ് നമ്മുടെ പ്രയാസം. ഇപ്പോൾ തന്നെ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസസ് സ്ഥിതി ചെയ്യുന്ന പൈശാചികമായ അവസ്ഥയെ പരിഗണിക്കുമ്പോൾ സംശയിക്കേണ്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ സഭയുടെ സമ്പത്താണ്. ഈ അളവറ്റ സമ്പത്ത് കൂട്ടി വലിച്ച് കുമിച്ച് വെക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ധാർമ്മികമായ ബോധത്തെ 100% ഒഴിച്ചു നിർത്തിയിട്ടാണ് ഈ മാമോൻ്റെ പുറകെയുള്ള പ്രയാണം എന്നത് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. ഇത് നല്ല വഴിയിലുണ്ടാകുന്ന സ്വത്തല്ല, ഇതിൽ വളരെയധികം അധാർമികമായ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് ഈ ബിഷപ്പന്മാർക്ക് ഇപ്പോൾ മുട്ടിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ മൂക്കുകൊണ്ട് എണ്ണാറ വരയ്ക്കേണ്ടി വരുന്നത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ തെളിച്ചങ്ങ് പറയാം, BJP പറയുന്നത് പോലെ നിന്നില്ല എങ്കിൽ ഇവരെല്ലാം അഴിക്ക് ഉള്ളിലാകും. പിന്നെ അഴിക്കുള്ളിലായിട്ട് കിഴങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണോ പടിഞ്ഞാട്ട് നിൽക്കണോ അവിടെ തീരും. അപ്പോൾ ഇതെല്ലാം തീരും. അതവിടെ ഉള്ള ആൾ പറയും, നീ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കടാ, അപ്പോൾ നോക്കും, ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കടാ, നീ അവിടെ ഇരിക്കടായിരിക്കും. ഇപ്പം വെളിയിൽ ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഭ്രാന്ത് യേശുവിൻ്റെ പേരിൽ അവതരിപ്പിച്ച് നടക്കുന്നത്. ഇതും അധികം നിലനിൽക്കുകയില്ല. കാരണം ഒരു കാര്യം ഞാൻ വ്യക്തമായ എല്ലാവരോടും പറയുകയാണ്, ഏതെല്ലാം സമൂഹം, ചരിത്രം എന്നെ പഠിപ്പിച്ച വിഷയമാണിത്, ഏതെല്ലാം സമൂഹം ധാർമ്മികമായി അധപ്പതിക്കുന്നുവോ ആ സമൂഹം അടിമത്വത്തിലേക്ക് പോയിട്ടുണ്ട്, ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ
വിശ്രമിക്കേണ്ടതിന് പകരം ഇല്ലാത്ത ശ്വാസം ഉപയോഗിച്ച് നിങ്ങളോട് ചില ചിന്തകൾ പകരുന്നത്. നമ്മുടെ ഇടയിൽ ഒരു വലിയ ധാർമ്മികമായ ഉദ്ധാരണത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഈ ഒരു സമൂഹം മുഴുവനും കുഴിയിൽ ചെന്ന് വീഴും. അത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ്. ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സംരക്ഷണം വേണമെന്ന് പറയുന്നു. നമുക്ക് സംരക്ഷണം തരേണ്ട ഒരു പാർട്ടിയല്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. നമുക്ക് സംരക്ഷണം ഉറപ്പിക്കേണ്ട നാമാണ്. അതിൻ്റെ മാർഗം എന്താണ്? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നീതിയുടെ പാതയിൽ സഞ്ചരിക്കുക, സത്യത്തിനും സമാധാനത്തിനും കരുണയ്ക്കും നീതിക്കും സ്ഥാനം കൊടുക്കുക, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതിന് പകരം വെളിയിൽ പറയാൻ വയ്യാത്ത അധർമ്മവും പ്രവർത്തിച്ചും വെച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ കാല് നക്കിയാൽ ഇവിടെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാം എന്ന ഒരു ധാരണയിലാണ് കേരളത്തിലെ ക്രിസ്തീയ മത നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈ ക്രിസ്തീയ സഭകളുടെയും ക്രിസ്തീയ സമൂഹത്തിനും അയ്യോ കഷ്ടം കഷ്ടം കഷ്ടം. നാം വലിയ വലിയ വിനയിലേക്ക് ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ദയവായി മനസ്സിലാക്കുക, ഇത് ആധ്യാത്മികമായ ഒരു മുന്നേറ്റമല്ല, ഇത് ഭൗതികമായ ഒരു അധികാര സ്ഥാപനമാണ്. ഇറ്റ് ഈസ് അസർഷൻ ഓഫ് മെറ്റീരിയൽ പൊളിറ്റിക്കൽ റൈറ്റ് ആൻഡ് പവർ. അത് ഏറ്റവും വലിയ തോതിൽ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനേക്കാൾ കാര്യക്ഷമമായി ആവിഷ്കരിക്കുവാൻ മറ്റൊരു പാർട്ടിക്കും സാധ്യമല്ല. അതുകൊണ്ട് BJPക്കുള്ള സംഘപരിവാറിനുള്ള കഴിവിനെ ഞാൻ അത്ഭുതത്തോടുകൂടെ തന്നെയാണ് കാണുന്നത്. അവരുടെ കാര്യം വളരെ സമർത്ഥമായി ചെയ്യുന്നു. അവരോട് കിടപിടിക്കാൻ ഇന്ന് ഭാരതത്തിലാരുമില്ല, ഒരുപക്ഷെ ലോകത്തിലാരുമില്ല. അതിൻ്റെ ക്രെഡിറ്റ് അവർക്കുണ്ടാകും, അതിൻ്റെ ലാഭം അവർക്കുണ്ടാകും. പക്ഷേ ആ ലാഭം കൈയാളുമ്പോൾ തന്നെ ഇത് വെറും ഭൗതികമായ ഒരു മുന്നേറ്റമാണെങ്കിൽ അതിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കും, അതിൻ്റെ നാളുകൾ എണ്ണപ്പെടും. ഇതിൽ സ്ഥിരതയുള്ള സ്ഥായിയായ ഒന്നുമില്ല. ചരിത്രം അതിൻ്റെ കരുത്തേറിയ കരങ്ങൾ കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ കടൽ തീരത്ത് പോയി മണലിൽ കോട്ടകൾ ഉണ്ടാക്കുന്നില്ലേ, അതിനെ തിരമാലകൾ വന്ന് അടിച്ചു മാറ്റുന്നത് പോലെ ചരിത്രം അതിൻ്റെ കരുത്തുള്ള മുഷ്ടി കൊണ്ട് നാം സൃഷ്ടിക്കുന്ന ഭൗതികമായ ഈ മണൽക്കോട്ടകളെ തകർത്തിരിക്കും. യാതൊരു സംശയവുമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും, നാളെ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ സംഭവിക്കും. പക്ഷേ ഈ സൃഷ്ടിക്കുന്നതിനൊന്നിനും യാതൊരു വിലയും, ആത്മീയമായ യാതൊരു വിലയുമില്ല, ഒരു കടുക് പണിയുടെ വിലയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അപ്രകാരം മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഭൗതികമായ ഒരു കാര്യത്തിൻ്റെ പുറകെ പോയിട്ടില്ല ഇന്ന് വരെ ഞാൻ സ്ഥാനമാനങ്ങൾ ചില സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷേ സേവന താല്പര്യത്തിൽ മാത്രം ഇരുന്നിട്ടുണ്ട്. അതിൽ കൂടെ 1 രൂപ അനധികൃതമായി സമ്പാദിക്കുവാൻ എനിക്ക് ഇടയായില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ നിർവൃതി. ആരോടും എനിക്ക് 1 രൂപയുടെ കണക്ക് പറയാനില്ല. ദൈവത്തെ സ്തുതിക്കുന്നു. അത് ആന്തരികമായ ഒരു പരിശുദ്ധിയാണ്, അത് ആന്തരികമായ സമ്പത്താണ്. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതൊരു 1000 രാമക്ഷേത്രം ഉണ്ടാക്കിയാലും ആ സന്തോഷത്തിന് അടുത്ത് വരികയില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുക, 3 തരത്തിൽ നമുക്ക് നമ്മെ തന്നെ ആവിഷ്കരിക്കാൻ സാധിക്കും. ത്രൂ ദ മീഡിയം ഓഫ് മാറ്റർ, ത്രൂ ദ മീഡിയം ഓഫ് മൈൻഡ്, ത്രൂ ദ മീഡിയം ഓഫ് ദ സ്പിരിറ്റ്. യേശുവിന് ഭൗതികമായ ഒരു ഉപാധിയും ആവശ്യമില്ലാതെ വന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ആത്മീയമായ അത്ര വളരെ വലുതായിട്ടാണ് അപ്രകാരം വളർച്ച പ്രാപിക്കുന്നത്. നാം ആത്മാവിൽ വളരും തോറും ഭൗതികമായ വസ്തുക്കളിലൂടെ നമ്മുടെ ആശ്രയം കുറഞ്ഞു വരും. അവ നമുക്ക് അനിവാര്യമാണ് എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ സാധിക്കും. എന്നാൽ ആത്മീയമായി വളരാത്തവൻ ഈ ഭൗതികമായ കൊച്ചു കാര്യങ്ങൾ അള്ളിപ്പിടിച്ച് നിൽക്കും, അതിൽ മാത്രം അഭിമാനം കാണും. അതിൻ്റെ ശാപം, അതിൻ്റെ അരിഷ്ടത ഒരിക്കലും വിട്ടുപോകുകയുമില്ല. നമ്മുടെ ദയവായി ശ്രദ്ധിക്കുക. വേദപുസ്തകം പൗലോസ് പറയുന്നില്ലേ, നിങ്ങളുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ആ ആലയം ഓരോരുത്തരും പണിയാം. നമ്മുടെ രാമക്ഷേത്രം അതാണ്. നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ രാമക്ഷേത്രം. പക്ഷേ നാം അതിൻ്റെ രാമക്ഷേത്രം എന്നല്ല പറയുന്നത്, നാം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷേത്രമെന്നാണ് പറയുന്നത്.
അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവിൻ്റെ ക്ഷേത്രം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ രാമക്ഷേത്രം. രാമൻ എന്ന ആശയം കൊണ്ട് ഗാന്ധി ഉദ്ദേശിച്ചത് ദശരഥൻ്റെ പുത്രനായ ഒരു ഐതിഹാസിക ക്യാരക്ടറല്ല എന്നത് വ്യക്തമാണ്. അതൊരു തത്വമാണ്. റൈച്ചിയസ്നെസ്, ദൈവത്തിൻ്റെ നീതിബോധം, അതിൻ്റെ ആവിഷ്കാരമാണ് രാമൻ. ആ ആശയത്തിന് ഒരിക്കലും അന്ത്യമുണ്ടാകുകയില്ല. പക്ഷേ ആ ആശയത്തോട് ബന്ധമുള്ളതാണോ രാമക്ഷേത്രം? രാമനും രാമക്ഷേത്രവും തമ്മിൽ പൊരുത്തമുണ്ടോ? ഇതൊക്കെ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് ചിന്തിച്ച് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിൽ ഈ പ്രശ്നം വളരെ കലുഷമാണ്. യേശുവിൻ്റെ പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും യേശുവിൻ്റെ വ്യക്തിത്വവും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട കാലം വളരെ വൈകിയിരിക്കുന്നു. അതുകൊണ്ട് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ചെയ്ത പ്രഖ്യാപനം ഞാൻ ആവർത്തിക്കുകയാണ്. റിപ്പൻറ്റ്, ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ഏവർക്കും വണക്കം.